2020 മുതലുള്ള സ്വർണ്ണക്കടത്ത് അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ആകെ പിടിക്കപ്പെട്ടത് 147 കിലോഗ്രാമിലധികം സ്വർണ്ണമാണ്. കൃത്യമായി പറഞ്ഞാൽ 147.79 കിലോഗ്രാം. ഈ 147 കിലോഗ്രാം സ്വർണത്തിൽ 124 കിലോഗ്രാമും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടിക്കപ്പെട്ടത്. കരിപ്പൂരിലെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ 124.47 കിലോഗ്രാം. അപ്പോൾ സ്വാഭാവികമായും അത് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന നിലക്ക് ജില്ലകൾ തിരിച്ചു പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കണക്കിൽ വരും. 2020-ലും 2021-ലും കോവിഡ് കാലമായിരുന്നു. വിദേശ ഫ്ലൈറ്റുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായ കുറവുണ്ടായിരുന്നു. 2022 കരിപ്പൂരിൽ പിടിച്ചത് 73.31 കിലോയുടെ സ്വർണമാണ്. അതായത് 37,96,68,795 രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട് 2022. ഇവിടെ 2023 40 കേസുകൾ 32.81 കിലോഗ്രാം സ്വർണം പിടികൂടി. 19 കോടിയിൽ പരം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. 2024 26 കേസുകൾ, അവിടെ 17 കിലോഗ്രാമിലധികം സ്വർണം, 11,62,00,000 രൂപയുടെ സ്വർണ്ണമാണ്. അപ്പോൾ ആകെ 156 കേസുകൾ, അതിൽ 123.99 കിലോഗ്രാം സ്വർണം. ഇതാണ് മൊത്തം പിടികൂടി. 68,81,00,000 രൂപയിലധികം വരും ഈ പണം. ഇതാണ് സ്വർണത്തിൻ്റെ കണക്ക്. ഇതാണ് വേർതിരിച്ച് പറഞ്ഞത്. ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഹവാല പണം പിടിച്ചതിൻ്റെ കണക്കും പറഞ്ഞു. അതിൽ 122 കോടി രൂപ മൊത്തം സംസ്ഥാനത്ത്. ആ 122 കോടി രൂപയിൽ 87 കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. ഇതൊരു കണക്കാണല്ലോ, പിടികൂടിയ കണക്കാണല്ലോ പറയുന്നത്. അതിൻ്റെയും ഇനം തിരിച്ച വർഷം തിരിച്ച കണക്കുകളൊക്കെ പറയാൻ സാധിക്കും. ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണ്ണക്കടത്ത്, ഹവാല പണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അവബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്.